ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പൈ ഫൈവിംഗ് ചാനൽ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പോലീസ് കോൺസ്റ്റബിളിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 339/2025 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/10/2025 വരെയാണ്. അതുപോലെ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള പോലീസാണ്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ ആണ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 31 സ്റ്റാർട്ടിങ്, 66 വരെയാണ് സാലറി റേഞ്ച് എന്ന് പറയുന്നത്. ഇത് നമ്പർ ഓഫ് വാക്കൻസി എന്ന് പറയുന്നത് ഒന്ന് കാസർഗോഡ് KPIV ബറ്റാലിയനാണ് വന്നിട്ടുള്ളത്. SCC ആണ് വന്നിട്ടുള്ളത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി 3 വന്നിട്ടുള്ളത്. രണ്ടാമതായിട്ട് വരുന്നത് എറണാകുളമാണ്. KP ബറ്റാലിയനാണ് വന്നിട്ടുള്ളത്. SCC ആണ് വന്നിട്ടുള്ളത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി 1 വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. നെയിം ഓഫ് ബറ്റാലിയൻ, അതുപോലെ തന്നെ നെയിം ഓഫ് ഡിസ്ട്രിക്ട് ആൻഡ് പോലീസ് ഡിസ്ട്രിക്ട് കമ്മിങ് അണ്ടർ ദ ബറ്റാലിയനാണ് വന്നിട്ടുള്ളത്. കണ്ണൂർ, വയനാട് ആൻഡ് കാസർഗോഡ് റവന്യൂ ഡിസ്ട്രിക്റ്റ്, കണ്ണൂർ, വയനാട് ആൻഡ് കാസർഗോഡ് പോലീസ് ഡിസ്ട്രിക്റ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ എറണാകുളം റവന്യൂ ഡിസ്ട്രിക്റ്റ്, കൊച്ചി സിറ്റി ആൻഡ് എറണാകുളം റൂറൽ പോലീസ് ഡിസ്ട്രിക്റ്റാണ് വന്നിട്ടുള്ളത്. PSC ഡിസ്ട്രിക്റ്റ് ഓഫീസ് ഇൻ ചാർജ് ഓഫ് ദ സെലക്ഷൻ കാസർഗോഡും എറണാകുളമാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈ നോട്ടിഫിക്കേഷന് വുമൻസിനായിട്ടുള്ള അതുപോലെ ഡിഫറെൻറ്റ് ആംബിളായിട്ടുള്ള ആളുകൾക്ക് അത് അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഈ നോട്ടിഫിക്കേഷന് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 29 വയസ്സിനിടയിലുള്ള ഏതൊരു കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 2/1/1996 മുതൽ 1/1/2007 ഇടയിൽ ജനിച്ച ഏതൊരു കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ഡേറ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് +2 അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പാസ്സായിരിക്കുക എന്നുള്ളതാണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. ഇത് യൂണിഫോം ജോബ് അതുകൊണ്ട് തന്നെ രണ്ടാമതായി വരുന്നതാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹൈറ്റ് മിനിമം 168 സെൻറ്റിമീറ്റർ വേണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റ് മിനിമം 81 സെൻറ്റിമീറ്റർ ആൻഡ് വിത്ത് എ മിനിമം എക്സ്പാൻഷൻ ഓഫ് 5 സെൻറ്റിമീറ്റർ വേണമെന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത് വരുന്നതാണ് ഐസൈറ്റ് കാര്യങ്ങൾ. ഈ വിഷ്വൽ സ്റ്റാൻഡ് മസ്റ്റ് ബി സർട്ടിഫൈഡ് ആയിട്ടായിരിക്കണം. അതായത് വിത്തോട് ഗ്ലാസ്സും ആയിരിക്കണം. അതിൽ കൊടുത്തിട്ടുള്ള വിഷനും ഡിസ്റ്റൻറ്റ് വിഷനും അതുപോലെ തന്നെ നിയർ വിഷനും റൈറ്റ് ഐൻ്റെ ലെഫ്റ്റ് ഐൻ്റെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ കളർ ബൈൻഡ് മറ്റു കാര്യങ്ങൾക്കൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതുപോലത്തെ നോക്ക് നീ, ഫ്ലാറ്റ് ഫുട്ട്, വാരിക്കോസ് വെയിന്, ബോൾ ലെഗ്സ്, ഡിഫോംഡ് ഹാൻഡ്സ് ആൻഡ് ലിപ്സ്, ഇറഗുലർ ആൻഡ് പ്രൊട്രൂഡിങ് ടൂത്ത്, ഡിഫക്റ്റീവ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇങ്ങനത്തെ ആളുകൾക്കൊന്നും ഇത് അപേക്ഷിക്കാൻ പറ്റത്തില്ല. മൂന്നാമതായി വരുന്ന കാര്യങ്ങളാണ്. ഇതിൽ 8 ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ 5 മസ്റ്റായിട്ട് ക്വാളിഫൈഡ് ആവുക എന്നുള്ളതാണ്. ഇനി 1 സ്റ്റാർ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവൻറ്റ്സ് ആണ് 100 മീറ്റേഴ്സ് റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദ ഷോട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ, റോപ്പ് ക്ലൈമ്പിങ്, പുള്ളപ്പ് ഓർ ചിന്നിങ്, 1500 മീറ്റർ റണ്ണ്. അതിൻ്റെ 1 സ്റ്റാർ സ്റ്റാൻഡേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതിലേതിലും 8 ഉണ്ട്. അതിലേതിലും 5 പാസ്സാവുക എന്നുള്ളതാണ്. പിന്നെ അതിന് താഴെയായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ള രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയുന്നല്ലോ, നിങ്ങൾക്കിത് യോഗ്യതരാണെന്നുണ്ടെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്ന സ്ഥലത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ആർക്കെങ്കിലും ഇതിന് അർഹരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.